ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കടുക് വറുത്തെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സവാളയും കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. സവാള ഒരു ഹാഫ് സവാള ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഒന്ന് നീളത്തിനരിഞ്ഞതാണ്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതും ഒരുപാടങ്ങ് ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10-20 സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഒന്ന് ആ പച്ചമണം, ഈ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ കരിഞ്ഞ് പോകാതെ സൂക്ഷിക്കണം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് പൊട്ടാറ്റോ ജസ്റ്റ് ക്യൂബ്സാക്കി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിനും അരിയാം. ഒരുപാട് തിക്കായിട്ട് അരിയണ്ട, ഒരല്പം പെട്ടെന്ന് വേവുന്ന ഒരു പരുവത്തിന് അരിഞ്ഞെടുത്താൽ മതി. അത് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റോളം നമ്മളിങ്ങനെ വഴറ്റി ആ മസാലയെല്ലാം പൊട്ടാറ്റോയിൽ വരണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പൊട്ടാറ്റോ ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കുന്ന ലെവൽ അത്രയും മതി. ഒരുപാട് അങ്ങ് മുങ്ങിപ്പോണ്ട, ജസ്റ്റ് ഒന്ന് പൊട്ടാറ്റോ ഇതേപോലെ കാണണം, ആ ഒരു ലെവലിന് മതി. ഒരുപാട് പൊട്ടാറ്റോ വെന്ത് പോയാൽ പിന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ലെവലിന് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് മൊരിയിച്ചെടുക്കണം. ഒരല്പം എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂണൊക്കെ. അപ്പം കുറച്ചുകൂടി എളുപ്പത്തിന് ആ മസാലയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് പൊട്ടാറ്റോയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരും. ഒരു 2 മിനിറ്റ്സോളം എങ്കിലും എടുക്കും. നമ്മൾ ഇതേപോലെ കൂടെ നിന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല മൊരിഞ്ഞ് വരും പൊട്ടാറ്റോ ഫ്രൈ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.